നാളികേരത്തിന്റെ നാട്ടിൽ നാഴിയിടങ്ങഴി മണ്ണും അതിലൊരു കൊച്ചു വീടും സ്വപ്നം കാണുന്നവരാണ് നമ്മൾ. ആ ഒരു സ്വപ്നത്തെ സാക്ഷാത്കരിക്കാൻ സഹായിക്കുന്ന വീടിന്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വീടിന്റെ വാതിൽ തുറക്കുമ്പോൾ ചെറിയ സ്ഥലത്തെ വലിയ വീട്. ഫോർട്ട് കൊച്ചിയിലെ ചുള്ളിക്കൽ എന്ന സ്ഥലത്ത് തങ്കച്ചനും ഭാര്യ സിന്ധുവിനും വേണ്ടി ഡിസൈനർ ജഡ്സൺ ഒരുക്കിയ ചുള്ളിക്കൽ എന്ന വീടിന്റെ കാഴ്ചയിലേക്കാണ് ഇന്ന് വീടിന്റെ വാതിൽ തുറക്കുന്നത്. കോണ്ടംപററി സ്റ്റൈൽ ഡിസൈൻ ആണ് ഈ വീടിന്റെ എലിവേഷനിൽ ചൂസ് ചെയ്തിരിക്കുന്നത്. സ്ട്രെയിറ്റ് ലൈൻസ് ആണ് എലിവേഷനിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നല്ല വലിയൊരു കാർ പാർക്ക് ചെയ്യാൻ സൗകര്യമുള്ള ഒരു കാർ പോർഷൻ ഉണ്ട്. അതേപോലെ കാർ പോർഷന്റെ ഒരു റൂഫിന്റെ ഭാഗം പെർഗോളയാണ് ചെയ്തിരിക്കുന്നത്. പെർഗോളയുടെ മുകളിൽ പോളികാർബണേറ്റ് ഷീറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ പെർഗോളയുടെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് ഗ്ലാസിന്റെയും സ്റ്റീലിന്റെയും ഫ്രെയിമിന്റെ ഒരു സൺഷെയ്ഡും കൊടുത്തിട്ടുണ്ട്. സെന്റ് സ്ഥലത്താണ് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എന്നാൽ സാധാരണക്കാരുടെ എല്ലാ ആവശ്യങ്ങളും ഈ വീട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ട് 3 ബെഡ്റൂംസ് ഉണ്ട്. അതുപോലെ ഡൈനിങ് റൂമും ലിവിംഗ് റൂമും സെപ്പറേറ്റ് ആയിട്ടുണ്ട്. സിറ്റ് ഔട്ട് ബാൽക്കണി കൂടാതെ ഒരു ചെറിയ ലാൻഡ്സ്കേപ്പ് ഏരിയ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ റൂൾ അനുസരിച്ച് വീടിന്റെ മുന്നിലും പുറകിലും ആയിട്ട് കുറച്ച് ഓപ്പൺ സ്പേസ് വിടണം എന്നാണ്. ആ ഓപ്പൺ സ്പേസ് നന്നായിട്ട് ലാൻഡ്സ്കേപ്പ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കോമ്പൗണ്ട് വാൾ ആണെങ്കിലും വളരെ എലിവേഷൻ മാച്ച് ചെയ്യുന്ന രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് കോമ്പൗണ്ട് വാളിന് ചൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ വീടിനകത്തേക്ക് വരുമ്പോൾ ആദ്യം കാണുന്നത് ഈ ഓൾട്ടർ ആണ്. വളരെ സിമ്പിൾ ആയിട്ടാണ് ഓൾട്ടർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒട്ടും തന്നെ ഓർണമെന്റേഷൻ കൊടുത്തിട്ടുമില്ല. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടെക്സ്ചർ ഫിനിഷ് ഇതിൽ ചെയ്തിട്ടുണ്ട്. ഇത് ശരിക്കും തെങ്ങിന്റെ പുറത്ത് ചട്ട കഷ്ണങ്ങളാക്കി ഒട്ടിച്ചിരിക്കുകയാണ് ഗം വെച്ച്. എന്നിട്ട് അതിൽ കെമിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ മുകളിൽ വാർണിഷ് അപ്ലൈ ചെയ്തിരിക്കുകയാണ്. വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഫിനിഷ് ആയിട്ട് നമുക്ക് തോന്നും. വളരെ പോഷ് ആയിട്ടുള്ളത് എന്നാൽ വളരെ ചെലവ് കുറഞ്ഞായിട്ടുള്ള ഒരു ഫിനിഷാണത്. ഈ ഓൾട്ടറിന്റെ തന്നെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് ഒരു TV യൂണിറ്റ് വെക്കാനുള്ള ഒരു സെന്ററും ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഈ വീടിന് മൊത്തം ഒരു മോഡേൺ സ്റ്റൈൽ ഇന്റീരിയേഴ്സ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. സ്ട്രെയിറ്റ് ലൈൻസിനും സ്മൂത്ത് ഫിനിഷിനും അതുപോലെ പല പല മെറ്റീരിയൽസിനുമാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. ഇത് ലിവിംഗ് റൂമാണ് വീടിന്റെ. ലിവിംഗ് റൂം ഒരു ഡബിൾ ഹൈറ്റ് സ്പേസ് ആണ്. മുകളിലത്തെ റൂഫ് ലെവലിൽ ഒരു സ്കൈലൈറ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഒരു ഡിഫറെന്റ് ആയിട്ട് ഒരു ടെക്സ്ചർ കൊടുക്കുന്നത്, അതായത് സ്റ്റോൺ ക്ലാഡിംഗ് ആണ് ചെയ്തിരിക്കുന്നത് ഇവിടെ. ലിവിംഗ് ഏരിയയിൽ സീറ്റിംഗ് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഏരിയയിൽ മാത്രം ഡിഫറെന്റ് ഫ്ലോറിംഗ് കൊടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ വുഡൻ ഫിനിഷ് ആണ് ഈ ഫ്ലോറിംഗ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫർണിച്ചേഴ്സ് ആണ് ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. ഈ വീട് ചെയ്യുമ്പോൾ 3.5 സെന്റ് സ്ഥലത്തിലാണ് ഈ വീട് ചെയ്തത്. 1200 സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീടിന്റെ ഏരിയ. അതിൽ 3 ബെഡ്റൂം, ലിവിംഗ് സ്പേസ് അത്യാവശ്യം നല്ല രീതിയിലാണ് എടുത്തിരിക്കുന്നത്. ഡബിൾ ഹൈറ്റ് ആയിട്ട് മെസനൈൻ കട്ട് ചെയ്തിട്ട് ലൈറ്റിംഗ് മുകളിൽ നിന്ന് ചെയ്തു കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ തലത്തിലേക്ക് തന്നെ ഒരു ഇന്റീരിയറിന്റെ എത്രമാത്രം ചെറിയ വീടുകൾക്ക് ഇന്റീരിയർ എത്രമാത്രം ഇമ്പോർട്ടന്റ് ഉണ്ടായിരിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് ഞാൻ ഡിസൈൻ ചെയ്തപ്പോൾ ഇതിനുണ്ടായിരുന്നു. അതുപോലെ ഫ്ലോറിംഗിലായാലും കിച്ചണിലായാലും എല്ലാം ഒരു ചെറിയ വീടിന്റെ ഇണക്കത്തിൽ നിന്ന് മാറിക്കൊണ്ട് ഒരു കോസ്റ്റ്ലി വീടിന്റെ ഒരു ഫീൽ കിട്ടത്തക്ക രീതിയിൽ ആണ് ഇത് ഡിസൈൻ ചെയ്തത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കുറെ ഒരു വലിയൊരു ഘടകമാണ് ഇതിന്റെ നിറങ്ങൾ. ഒരു നിറവും ഒരു നിറത്തെ കടന്നാക്രമിക്കാതെ കൃത്യമായ രീതിയിലാണ് നിറങ്ങൾ ഇതിൽ ചെയ്തിരിക്കുന്നത്. ലിവിംഗ് ഏരിയയുടെ സ്പേസ് നമ്മൾ കണ്ടെത്തിയപ്പോൾ തന്നെ അതിന്റെ വുഡിന്റെ ഫ്ലോറിംഗ് വേണമെന്ന് ക്ലയന്റിന് നിർബന്ധമുണ്ടായിരുന്നു. ഞാൻ നിറയെ വുഡ് കൊടുക്കാതെ പ്യൂർ വൈറ്റ് വെറ്റിഫൈഡ് ആയാലും വുഡിന്റെ ഒരു കോമ്പിനേഷൻ കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഒരു കണ്ടംപററി സ്റ്റൈലാണ് ഇതിൽ ചെയ്തിരിക്കുന്നതെങ്കിലും ഒരു ഐസോമെട്രിക് വ്യൂവിലാണ് ഇത് ഡിസൈൻ എലിവേഷൻ ഉണ്ടാക്കിയത്. സ്ട്രെയിറ്റ് ലൈൻസ് ആണ് കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്.
പിന്നെ 3.5 സെന്റ് സ്ഥലം എന്നുള്ള ഒരു ആംഗിളിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും 2000 സ്ക്വയർ ഫീറ്റിന്റെ മഹിമ അല്ലെ ഒരു പൊലിമ ഇതുമേ ഉണ്ടായിരിക്കണമെന്ന് ക്ലയന്റിന് വലിപ്പത്തിനോട് അല്പം കൂടുതൽ ആഗ്രഹം ഉണ്ടായിരുന്ന ക്ലയന്റും കൂടി ആയതുകൊണ്ട് ഒരു വലിപ്പം തോന്നിക്കുന്ന രീതിയിലാണ് ഇതിന്റെ ഒരു പാറ്റേൺ ഡിസൈൻ ചെയ്തത്. ഈ ലിവിംഗ് ഏരിയയോട് ചേർന്ന് തന്നെയാണ് ഡൈനിങ് ഏരിയ കൊടുത്തിരിക്കുന്നത്. എന്നാൽ ആവശ്യത്തിന് പ്രൈവസി കൊടുത്തിട്ടുണ്ട്. ലിവിംഗ് ഏരിയയും ഡൈനിങ് ഏരിയയും സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ചെറിയ ഒരു യൂണിറ്റ്, അതിനകത്തൊരു അക്വേറിയവും കൊടുത്തിട്ടുണ്ട്. അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഹൈലൈറ്റ് ആണ്. ഒരു സ്പേസ് കൺസ്യൂം ചെയ്യാത്ത രീതിയിൽ തന്നെ ഒരു സർക്കുലർ ടേബിൾ ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. 4 സീറ്റഡ് വുഡൻ ടേബിൾ ആണത്. വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 സൈഡിലായിട്ട് ക്യൂരിയോസ് വെക്കാനുള്ള ഷെൽഫ്സും കൊടുത്തിട്ടുണ്ട്. പിന്നെ സീലിംഗ് ലെവലിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിലും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ചുള്ളിക്കൽ വീട്ടിലെ അംഗങ്ങളോട് തന്നെ നമുക്ക് ഈ വീടിന്റെ വിശേഷം ചോദിക്കാം. ഈ വീടിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്തായിരുന്നു? കാഴ്ചപ്പാട് ഞാൻ ഒരു സാധാരണ ഒരു ചെറിയൊരു വീട് വെക്കണമെന്ന് ആലോചിച്ച് ജൂസിനായിട്ട് കണ്ട് സംസാരിച്ച്, ജൂസിനായിട്ട് സുഹൃത്തും കൂടിയാണ്, പുള്ളിയോട് സംസാരിച്ച് പുള്ളി ഇതിനൊരു എലിവേഷൻ എനിക്ക് വരച്ച് കാണിച്ചു തന്നു. പുള്ളി അതിൻ്റെ പിന്നീടുള്ള കാര്യങ്ങളൊക്കെ വന്ന് ഇവിടെ വന്ന് സൈറ്റിൽ വന്ന് അതൊക്കെ നോക്കി. പിന്നെ ഞാൻ പറഞ്ഞു 3 ബെഡ്റൂം വേണം, പിന്നെ ഇച്ചിരി ലിവിങ് ഏരിയ ഒക്കെ ഇച്ചിരി ഇതായിട്ട് ഒരു പോഷായിട്ടൊക്കെ പുള്ളി അതനുസരിച്ചൊക്കെ ചെയ്തു തന്നു. ഇന്റീരിയൽ മൊത്തം ചൂട്ട്സനാണ് ചെയ്തത്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഹാപ്പി. കോണ്ടംപററി സ്റ്റൈൽ വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നോ? ഞാൻ പറഞ്ഞു എനിക്ക് ചരിഞ്ഞ റൂഫ് വേണമെന്ന് പറഞ്ഞു, ഓടും ഒന്നും വേണ്ട, സ്ക്വയർ. അപ്പൊ ആ ഒരു ഇതില് സ്റ്റൈലാക്കി തന്നു. അത് ആവശ്യപ്പെട്ട് തന്നെ ചെയ്തത്. ഇപ്പൊ വീട് പണിതിന് ശേഷം താമസിച്ചതിന് ശേഷം എന്താ തോന്നുന്നത്? ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ വീടാണെങ്കിലും ഒരു നല്ലൊരു സുഖം ഉണ്ടില്ല. വലിയ വീടിന്റെ എല്ലാ സൗകര്യങ്ങളും നല്ല ഹാപ്പിയും കൂടെ. കൂടുതൽ സമയം ചെലവഴിക്കുന്ന മാഡം ആണല്ലോ, അപ്പം വീടിനെ കുറിച്ച് എന്താണ് ഫീൽ ചെയ്യുന്നത്? വളരെ സന്തോഷമാണ്. പിന്നെ കിച്ചണൊക്കെ നല്ല കാറ്റും വെളിച്ചവും ഒക്കെ ഇങ്ങനെ വന്നോണ്ടേ ഏറ്റവും കൂടുതൽ അവിടെയാണ് നമുക്ക് പ്രയർ റൂം ഇത് നല്ല എല്ലാരും വന്നിട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി ഇങ്ങനെ ഒരു ഡിസൈൻ. ഇപ്പൊ പൊതുവെ എന്താണ് അഭിപ്രായം എല്ലാവരുടെ? നല്ല 3.5 സെന്റ് സ്ഥലത്തില് നല്ല ഒതുങ്ങിയ നല്ല എല്ലാ പോർഷൻസും ഇങ്ങനെ അത് തന്നെ ഒന്നും തന്നെ പോയിട്ടില്ല. ഇതിന് ഫുള്ളായിട്ട് നല്ല ഇതായിട്ട് കിട്ടിയെന്നാണ് എല്ലാരും പറഞ്ഞത്. ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെയാണ് ഈ കിച്ചൺ. ഒരു ചെറിയ കിച്ചൺ ആണെങ്കിൽ പോലും എല്ലാവിധ ഫെസിലിറ്റീസും ഉള്ളൊരു കിച്ചണാണ്. അതായത് മോഡേൺ ഫെസിലിറ്റീസ് ഉണ്ട്. കിച്ചൺ ഹോബ്, ഹുഡ്, ഓവർഹെഡ് ക്യാബിനറ്റ്സ്, മൈക്രോവേവ് വെക്കാനാണെങ്കിലും ഒരു പ്രത്യേകമായിട്ടുള്ള സൗകര്യമുള്ള സ്ഥലം. പ്ലാറ്റ്ഫോമിന് കീഴിലും ക്യാബിനറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പം വളരെ ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു ഡീസന്റ് സൈസ് കിച്ചണാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ലിവിംഗ് റൂമിൽ തന്നെ TV വെക്കുന്ന യൂണിറ്റിന് സൈഡിലായിട്ടാണ് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു കണ്ടിന്യൂറ്റി സ്റ്റെയർ കേസിന്റെ ഫസ്റ്റ് സ്റ്റെയറിൽ നമുക്ക് കാണാം. സ്റ്റെയറിന്റെ സൈഡിലായിട്ട് ഒരു സ്റ്റഡി ടേബിൾ, ഒരു കമ്പ്യൂട്ടർ വെക്കാനുള്ള ടേബിളും കൊടുത്തിട്ടുണ്ട്. സ്റ്റെയർ കേസിന് കീഴിലായിട്ട് സ്റ്റോറേജ് ഏരിയയും കൊടുത്തിട്ടുണ്ട്. സ്റ്റെയർ കേസ് കയറി വരുന്ന ഏരിയയിൽ ഒരു ഫാമിലി സീറ്റിംഗ് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതൊരു ഡബിൾ ഹൈറ്റ് സ്പേസ് ആയതുകൊണ്ട് നമുക്ക് താഴത്തെ ലിവിംഗ് റൂം ശരിക്കും കാണാൻ പറ്റും. ഇവിടെ നിന്ന് ഈ ഒരു ഏരിയയിൽ നിന്ന് തന്നെയാണ് മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂമിലേക്കുള്ള ആക്സസ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് തന്നെ ബാൽക്കണിയിലേക്ക് ഇറങ്ങാനുള്ള ഒരു പ്രൊവിഷനും ഉണ്ട്. ഈ വീട്ടിൽ 3 ബെഡ്റൂമാണുള്ളത്. താഴത്തെ നിലയിൽ മാസ്റ്റർ ബെഡ്റൂമും മുകളിലത്തെ നിലയിൽ ബാക്കി 2 ബെഡ്റൂമാണ് കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ചിൽഡ്രൻസ് ബെഡ്റൂമാണ്. സ്പേഷ്യസ് ആയിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയുള്ള ഒരു ബെഡ്റൂം തന്നെയാണ്. എല്ലാ ബെഡ്റൂമിലും ഒരു ചെറിയ ഡ്രസ് ഏരിയയും ബാത്ത് അറ്റാച്ച് സൗകര്യവും കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ ഈ ഒരു ബെഡ്റൂമിൽ ഒരു സ്റ്റഡി ടേബിളിന്റെ സൗകര്യം കൊടുത്തിട്ടുണ്ട്.
1600 സ്ക്വയർ ഫീറ്റ് വലിപ്പം വരുന്ന ഈ വീടിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ 3.5 സെന്റ് സ്ഥലത്ത് എല്ലാവിധ റിക്വയർമെന്റ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. കോണ്ടംപററി സ്റ്റൈലിൽ ചെയ്തിരിക്കുന്ന എലിവേഷന് മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെയുള്ള ഇന്റീരിയേഴ്സ് കൂടി മറ്റൊരു ഹൈലൈറ്റ് ആണ്. വീടിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: ടു ദ പ്രൊഡ്യൂസർ, വീട്, മനോരമ ന്യൂസ്, അരൂർ, ആലപ്പുഴ. ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ് veed@mmtv.in. ഞങ്ങളുടെ വെബ്സൈറ്റ് www.manoramanews.com/veed.